നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് പറവൂരുള്ള അക്വ ഗ്രീൻ ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. 40-ൽ പരം വെറൈറ്റി ഗപ്പികളുടെ ബ്രീഡിങ്ങും സെയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടതായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തുടക്കക്കാരൊക്കെ വിളിക്കാം. 5-ൽ കൂടുതൽ വെറൈറ്റി ഗപ്പികളുടെ ബ്രീഡ് ചെയ്യുന്നവർക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മൾ വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തുന്നവരെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ലെവിൻ. എൻ്റെ ഫാമിൻ്റെ പേര് ഗ്രീൻ അക്വ ഫാം. ഞാനിപ്പോൾ ഒരു 40 എബോവ് വെറൈറ്റി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണത്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. എൻ്റെ ഫാം വേറെ സ്ഥലത്താണ്. ഇപ്പോൾ ഡിസ്പ്ലേ സെയിലൊക്കെ ഇവിടെ തന്നെ നടക്കണേ. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയും. നോർത്ത് പറവൂരി, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരി. നമ്മളിവിടെ ഗപ്പീസ് ഇപ്പോൾ കൊറിയർ ചെയ്യണ്ട? ഗപ്പീസ് കൊറിയർ ഉണ്ട്. നമുക്ക് പുറത്തേക്കുണ്ട്. കേരള ഔട്ട് സൈഡ് ഉണ്ട്. പൂനെ, മഹാരാഷ്ട്ര ഏരിയയിലേക്ക്, ഡൽഹി, ബോംബെ, ബാംഗ്ലൂരൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡെയിലിയുള്ള കസ്റ്റമേഴ്സാണ്, സ്ഥിരമുള്ള കസ്റ്റമേഴ്സ് ഷോപ്പിലേക്കൊക്കെ. പിന്നെ ഇവിടെ ഷോപ്പിലേക്ക് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമർ ഉണ്ട് ഇഷ്ടം പോലെ. ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയ പിന്നെ ഇങ്ങനെ കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഗപ്പീസിനെ നമുക്ക് പരിചയപ്പെടാം. ഇതേതായിട്ട് പിന്നെ ഇത് ഫുൾ റെഡ് HD ഫാൻറ്റൈൽ. ശരി, ഫാൻറ്റൈൽ. ഇതിപ്പോൾ റേറ്റ് എത്ര? ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണ 170 പെയറിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 170 അല്ലേ? ഇത് ആൽബിനോ? ആൽബിനോണ്. റെഡ് ഐ ആണ്. റെഡ് ഐ ആണല്ലേ? ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോൾസെയിലൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ 170 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിൽ ആയാലും ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിക്ക് തന്നെയാണ് കൊടുക്കണേ. പുറത്തേത് 300 എബോവ് മാർക്കറ്റ് ഉണ്ട്. ഇതിപ്പോൾ ന്യൂ സ്ട്രെയിൻ ആണോ? ഇത് ന്യൂ സ്ട്രെയിൻ അല്ലേ? ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറേ നാളായത്. ഇത് സാധാ ഫുൾ റെഡ് അല്ല. അതിനേക്കാൾ കുറച്ച് ഫാൻറ്റൈലും പിന്നെ HD എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈഡോസിൽ കൂടുതലായിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ? ഉണ്ട്. അടുത്ത വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം. മെറ്റാലിക് ബ്ലാക്ക് ലേസ് റിബണാണ്. മെറ്റാലിക് ബ്ലാക്ക് ലേസ് അല്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തോണ്ടെങ്കിൽ 250 കൊടുത്തോണ്ടിരിക്കുന്നത്. 250 റിബൺ ടൈപ്പ് ആണോ? അത് റിബണാണ്. ഇത് കൊടുക്കാനുണ്ടല്ലോ അത്യാവശ്യം? കൊടുക്കാനുണ്ട്. ഇതേതായിട്ട് പിന്നെ വയലറ്റ് കോബ്ര. വയലറ്റ് കോബ്ര അല്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? നമ്മൾ സെയിൽ ചെയ്യുന്ന 180 പെയർ. 180 പെയറല്ലേ? ഇതൊക്കെ എല്ലാ ഐറ്റംസും ഇവിടെ കൊടുക്കാണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം? ഓക്കെ, 180 അല്ലേ?
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ അധികം നാളായിട്ടില്ല, ഒരു 6-7 മന്ത് ആയിട്ടുള്ളതെന്നൊന്ന് ലോഞ്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ സെയിൽ ചെയ്ത് തുടങ്ങിയിട്ട് കുഴപ്പമില്ല, മാർക്കറ്റുള്ള ഐറ്റമാണ്. ഇതേതായിട്ട് സിൽവറാഡോ. സിൽവറാഡോ അല്ലേ? ഇത് നോൺ റിബൺ ആണോ? വിത്തൗട്ട് റിബണാണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? 250 കൊടുക്കണം. 250 അല്ലേ? ഇതിൻ്റെ പേര് ആൽബിനോ യെല്ലോ കോബ്ര. യെല്ലോ കോബ്ര. ആൽബിനോ ആണ്, റെഡ് ഐ ആണ്. റെഡ് ആണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? നമ്മൾ 150 ഇപ്പോൾ സെയിൽ ചെയ്യാണ്. 150 അല്ലേ? ഇതിപ്പോൾ പുതിയ അല്ല ഇത് കുറച്ചാളായിട്ടുണ്ട്. എമറാൾഡ് ഗ്രീൻ റേറ്റ് വരുന്നത് ഇപ്പോൾ 170 പെയർ. ഇത് മെറ്റാലിക് ബ്ലാക്ക് ലൈസ് നമ്മളിപ്പോൾ അവിടെ കണ്ടില്ല, അതിൻ്റെ റിബണ്ട വിത്തൗട്ട് റിബണുള്ളത്. ഇത് എത്ര റേറ്റ് വരുന്നത്? 120 പെയർ. 120 അല്ലേ? മെറ്റാലിക് ബ്ലാക്ക് അല്ലേ? മെറ്റാലിക് ബ്ലാക്ക് ലൈസ്. ഇത് ബ്ലൂ ടോപ്പസ് പറയും, അതിൽ നിന്ന് തന്നെ റെഡ് ടോപ്പസും ഇറങ്ങും. ഇത് പെയർ റേറ്റ് 200. ആൽബിനോ ആണ്. അത് ആൽബിനോ റേറ്റ് ഉള്ളത്. ഇതിൽ പറഞ്ഞത് 2 കളർ ആണല്ലേ? 2 കളറാണ്. രണ്ടിനും സെയിം റേറ്റ് തന്നെയാണോ? ഇതേതായിട്ട് HB ബ്ലൂ. HB ബ്ലൂ അല്ലേ? ഇത് 130 പെയർ. പഴയ വെറൈറ്റിയാണിത്. ഇതിപ്പോൾ നമ്മൾ ഏതായിട്ട് എടുക്കണമെങ്കിലും ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ ഇങ്ങനെ? ഇല്ല, ഞാനിപ്പോൾ ഈ കൊടുക്കണ ഈ റേറ്റിന് തന്നെ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം മൊത്തം. ഇതായിട്ട് സിൽവറാഡോ കോയി. അതിന് കോയി ഇറങ്ങും, ടെക്സിലോം ഇറങ്ങും. സിൽവറാഡോ അല്ലേ? റേറ്റ് എത്ര പറഞ്ഞത്? 400. ഇതിപ്പോൾ പുതിയ സ്ട്രെയിനാണോ? പുതിയതാണ്. ഇതേതായിട്ട് യെല്ലോ മൊസൈക്ക് ഹാഫ് മൂൺ എന്ന് പറയും. ഇയറുള്ള ഐറ്റംസ് ആണ്. ഇതിപ്പോൾ എത്രയാ റേറ്റ് വരുന്നത്? 250 പെയർ. 250 അല്ലേ? ഇതായിട്ട് ഇത് പുതിയ വെറൈറ്റി ആണ്, മെറ്റാലിക് വയലറ്റ് എന്ന് പറയും. മെറ്റാലിക് 300 ആണ് പെയർ. 300 അല്ലേ? ഇതായിട്ട് ജപ്പാൻ ബ്ലൂ ടൈൽ. ജപ്പാൻ ബ്ലൂ ടൈൽ അല്ലേ? ഇതെത്ര റേറ്റ് വരുന്നത്? 250 പെയർ. 250 അല്ലേ? ഇത് ഗാലക്സി ബ്ലൂ ടൈഗർ റിബൺ. ബ്ലൂ ടൈഗർ അല്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇപ്പോൾ 600. 600 നല്ല റേറ്റുള്ള ഐറ്റം ആണ്. ഇതൊക്കെ കൂടെ നന്നായിട്ട് ബ്രീഡായി കിട്ടണം. ബ്രീഡിങ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമില്ല. ഇതായിട്ട് ഗോൾഡൻ റെഡ് എന്ന് പറയും. ഗോൾഡൻ റെഡ് അല്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? 130 പെയർ. 130 അല്ലേ?
ഇതിപ്പോൾ പുതിയ ഐറ്റമാണോ? ആ, അത് പുതിയതെന്ന് പറയാൻ പറ്റില്ല, നേരത്തെ ഇറങ്ങിയാണ്. പക്ഷേ സാധനം ഫ്ലോപ്പായിപ്പോയി. അത് അങ്ങനെ ആരും വാങ്ങിക്കാത്തതുകൊണ്ട് റേറ്റ് ഇതായിപ്പോയി. അടുത്ത ഐറ്റം ഇത് HD ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ അല്ലേ? ഇതൊക്കെ എത്ര റേറ്റ്? 150 പെയർ. 150 അല്ലേ? റെഡ് ടെക്സിലോ പെയർ റേറ്റ് 120 പെയർ. ഇത് ബ്ലൂ പാണ്ട, അതിൻ്റെ പെയർ റേറ്റ് സെയിം തന്നെ 120 പെയർ. ബ്ലൂ പാണ്ടല് മെയില് ഇത്തിരി ചെറുതായിരിക്കും തോന്നുന്നില്ല. ആ, അതിൻ്റെ ഗപ്പിയുടെ പാറ്റേൺ ആയിരിക്കും, ടെയിലൊന്നും ഉണ്ടാവില്ല അതിന്. ഓക്കെ. ബ്ലൂ ഈഗിൾ 160 പെയർ. ഇത് മെറ്റാലിക് ബ്ലൂ ടൈൽ റേറ്റ് 150 പെയർ. 150. ഇത് ഗാലക്സി ഗ്രീൻ കോബ്ര റേറ്റ് 120 രൂപ പെയർ. 120 അല്ലേ? അടുത്തതിൽ വരുന്നത് ഇത് ഫുൾ ബ്ലാക്ക് 90 രൂപ പെയർ. 90 രൂപ അല്ലേ? ഇതിപ്പോൾ ഇതിൽ വരുന്നത് ഇത് പീക്കോക്ക് 150 പെയർ. 150 അല്ലേ? ഈ ഐറ്റം ഇത് മെറ്റാലിക് ബ്ലാക്ക് ലേസ്, നമ്മൾ നേരത്തെ ബ്ലാക്ക് ടൈലാണ് കണ്ടത്, ഇത് അതിൻ്റെ ബ്ലാക്ക് ലേസ്. ബ്ലാക്ക് ലേസ് അല്ലേ? റേറ്റ് വരുന്നത് ഇത് 120 പെയർ. 120 അല്ലേ? അടുത്ത ഐറ്റം ഇത് ഗാലക്സി ബ്ലൂ ടൈലാണ്. അതായത് 2 പീസേ ഉണ്ടാവുള്ളൂ, തീർന്നിടയ്ക്ക്. ബ്ലൂ ടൈൽ അല്ലേ? മാറ്റിക്കാം. ഇത് എത്ര വരുന്നത് റേറ്റ്? 200 പെയർ. 200 അല്ലേ? ഇതേതായിട്ടും ഇത് ആൽബിനോ സിൽവറാഡോ ആണത്. ആൽബിനോ സിൽവറാഡോ 300 പെയർ. 300 അല്ലേ? ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട്. ഇതിൽ അത് ബ്രസീലിയൻ സൂപ്പർ ഫാൻഡയിൽ. ബ്രസീലിയൻ സൂപ്പർ ഫാൻഡയിലല്ലേ? റേറ്റ് വരുന്നത് 150 പെയർ. 150 അല്ലേ? ഇതേതായിട്ട് ഐറ്റം ചില്ലി മൊസൈക്ക് ഡംബോയർ. ചില്ലി മൊസൈക്ക് ഡംബോയർ അല്ലേ? എത്ര റേറ്റ്? 180. 180 അല്ലേ? ഇതേതായിട്ട് പർപ്പിൾ മൊസൈക്ക്, അതിൽ നിന്ന് 3 കളർ ഇറങ്ങും പർപ്പിളിന് തന്നെ. പർപ്പിളിന് തന്നെ 170 പെയർ. 170 അല്ലേ? ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇതേതായിട്ട് ഡ്രാഗൻ്റെ ബിഗ് ഗിയർ. ഡ്രാഗൻ്റെ എത്ര റേറ്റ് വരുന്നത്? 250 പെയർ. 250 അല്ലേ? ഇതായിട്ട് ഇത് ഫുൾ ഗോൾഡ്. ഫുൾ ഗോൾഡ് അല്ലേ? അതിൻ്റെ ഇയറുള്ള ബിഗ് ഗിയർ ആയിട്ടുള്ളത്. ബിഗ് ഗിയർ എത്ര റേറ്റ്? 220 പെയർ. 220 അല്ലേ? ഇതായിട്ട് പ്ലാറ്റിനം ഗോൾഡ്. പ്ലാറ്റിനം ഗോൾഡ് അല്ലേ?
ഇത് എത്രയാ റേറ്റ്? 180 പെയർ. 180 അല്ലേ? ഇത് ഐറ്റം സീ ത്രൂ പിങ്കു. ബോഡി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അതിൻ്റെ. ഓക്കെ ഓക്കെ. 180 പെയർ തന്നെയാണ്. 180 അല്ലേ? ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് കോയിടെക്സിലോ അല്ലേ? എത്രയാ റേറ്റ്? 150 പെയർ. 150 അല്ലേ? ഇതേതായിട്ടും ഡാർക്ക് ഡ്രാഗൺ എന്ന് പറയും. ഡാർക്ക് ഡ്രാഗൺ അല്ലേ? എത്രയാ റേറ്റ്? 200 പെയർ. 200 അല്ലേ? ഇതേതായിട്ടും റെഡ് ലൈസ്. റെഡ് ലൈസ് അല്ലേ? എത്രയാ റേറ്റ്? 120 പെയർ. 120. ഇത് പഴയ ടൈപ്പ് ഡ്രാഗൺ എന്ന് പറയും. അതിൻ്റെ പാറ്റേൺ പല പല ഇതുപോലെ ഷോപ്പിലേക്കാണ് മെയിനായിട്ട് കൊടുക്കണം. 80 രൂപ പെയർ. 80 രൂപ അല്ലേ? ഇത് മെറ്റാലിക് യെല്ലോ ലൈസ്. മെറ്റാലിക് എത്ര പെയർ? 180 പെയർ. 180 അല്ലേ? ഇത് ബനാനല്ലോ. ഇത് 100 രൂപ പെയർ. 100 രൂപ അല്ലേ? പണ്ടത്തെ കപ്പിയാണ്. ഓൾഡ് ലൈനേജറിലെ. ഇതും അല്ല, അത് മിക്കാരിഫ് യെല്ലോ എന്ന് പറയും. മിക്കാരിഫ് യെല്ലോ അല്ലേ? റേറ്റ് എത്ര? 180. 180 അല്ലേ? ഇതേതായിട്ടും ഇത് പ്ലാറ്റിനം റെഡ് HD എന്ന് പറയും. ഡോസിൽ കൂടുതലുള്ള കളറും നല്ല കൂടുതലുള്ള സൈസാണ്. ഇതെത്ര? 100 രൂപ പെയർ. 100 രൂപ അല്ലേ? ഇതേതായിട്ടും ഇലക്ട്രിക് ബ്ലൂ. എത്ര റേറ്റ് വരുന്നത്? 150 പെയർ. 150 അല്ലേ? അടുത്ത് ഇതേതായിട്ട് മോസ്കോ ഗ്രീൻ എന്ന് പറയും. മോസ്കോ ഗ്രീൻ എത്ര റേറ്റ് വരുന്നത്? 150 തന്നെ പെയർ. 150 അല്ലേ? ഇതിന് വലിയ സൈസ് കൂടെ കൊടുക്കാനുണ്ടോ? കൊടുക്കാറുണ്ട്. 4.5 ഇഞ്ച്. ഇതെത്ര? ഇത് ലെപ്പേഡ് എന്ന് പറയും. എത്ര? 120 രൂപ പെയർ. 120 അല്ലേ? കോറൽ റെഡ് എന്ന് പറയും. ഡബിൾ ടൈൽ ആയിട്ടുള്ളത്. ഡബിൾ ടൈൽ അല്ലേ? ഇതെത്ര റേറ്റ്? 130 പെയർ. 130 അല്ലേ? ഏഞ്ചലുണ്ടല്ലോ ഇപ്പോൾ കൊടുക്കും. ഏഞ്ചൽ ഇതിപ്പോൾ സെയിലിങ്ങിനുള്ളതല്ല. സെയിലിങ്ങിന് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആവുള്ളൂ. മറ്റേക്ക് തീർന്നു പോയി. ഇപ്പോൾ ബ്രീഡിംഗ് പെയർ ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. അത് റെയിൻബോ ഷാർക്ക് എന്ന് പറയും. അതിൻ്റെ നല്ല ഹെവി സൈസുള്ളതാണ്. ഇതിപ്പോൾ കൊടുക്കാനുള്ള അല്ല 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 ഇത് സ്നേക് സ്കിൻ ബ്ലൂ കോബ്ര. എത്ര റേറ്റ് വരുന്നത്? 150 പെയർ. അത് സെയിം ആണോ? ഇത് സെയിം? സെയിമാണ് സെയിമാണ്. ഇത് പാണ്ടോര ബ്ലൂ. മനസ്സിലാവില്ലേ? മോസ്കോ വയലറ്റ് അല്ലേ? എത്ര റേറ്റ്? 150 പെയർ.
പേരിലെ ഇതേതായിട്ടും യെല്ലോ ടാക്സി. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? അത് 400. 400 അല്ലേ? ഇതിപ്പോൾ പുതിയ ലൈനാണോ? ആ, പുതിയ ലൈനാണ്. ഇതേതായിട്ടും ചില്ലി മൊസൈക്കിൻ്റെ ഡംബോയർ പുതിയ ലൈനേജാണ്. പുതിയ ലൈനേജ്. ഇതിപ്പോൾ എത്ര റേറ്റ്? ഇതിപ്പോൾ 300 പേരിനാണ് കൊടുക്കണം. 300 അല്ലേ? നല്ല ഇയറുള്ള ടൈപ്പ് ഉള്ളത്. വലുതാണ് കണ്ടത്, ഡ്രാഗണിൻ്റെ ഡംബോയർ അല്ലേ? ഇത് നല്ല ഇയറുള്ള ഐറ്റവും. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? 300. 300 അല്ലേ? ഗപ്പീസ് കൂടാണ്ട് നമ്മളിൽ ഫൈറ്ററൊക്കെ ഉണ്ടല്ലേ? ഫൈറ്റർ പുറത്തുനിന്ന് ഇറങ്ങുന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല. തായ്ലൻഡ് ഇമ്പോർട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓസ്കാർ, ഓസ്കാറിൻ്റെ ഏഞ്ചലൊക്കെ ബ്രീഡിങ് ചെയ്യണ്ടല്ലേ? ഇപ്പോൾ നമ്മൾ ഗപ്പീസൊക്കെ ചെയ്യണത്, ബ്രീഡ് ചെയ്യണത് എങ്ങനെയാണ്? ഈ പാത്രങ്ങൾ ബ്രീഡിങ് കേജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് അല്ലെങ്കിൽ പടതാവുകളും ഉണ്ട്, അതിൽ വെച്ച് ബ്രീഡിങ് കേജ് വെച്ച് നമ്മൾ ചെയ്യും. ചിലത്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ ഒരു ചെറിയ ഇതുപോലത്തെ ബോക്സ് ഉണ്ട്, അതിലേക്ക് എടുത്ത് മാറ്റിയിടും. ആദ്യത്തെ ഒരു 3 ആഴ്ചത്തേക്ക് നമ്മൾ ആർട്ടിമിയ കൊടുക്കും, എഗ്ഗ് ലൈഫ് ഫുഡാണല്ലോ കൊടുക്കുന്നത്. ലൈഫ് ഫുഡ്. അതിനുശേഷം സാധാ പെല്ലറ്റ് ഫുഡിലേക്കും ഫോസൻ ആർട്ടിമിയ അങ്ങനത്തെ ഫുഡിലേക്ക് മാറ്റും. ഓക്കെ. ഇതിപ്പോൾ മെയിനായിട്ട് ഫുഡ് ഇവിടെ കൊടുക്കണേ? ഇപ്പോൾ ഫുഡ് നമ്മൾ സെയിൽ ചെയ്യണം. ഫോസൻ ആർട്ടിമിയ ഉണ്ട്, പ്രിൻസിവീൻ ഉണ്ട്, ലാർവൽ ഉണ്ട്, OSIഡ, യെല്ലോ റിങ്, റെഡ് റിങ്, OSIഡ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും. പിന്നെ ഓഷ്യൻ ഡേറ്റിൻ്റെ ഫ്ലേക്സ്, ബ്ലഡ് വോം, എർത്ത് വോം, ബ്ലാക്ക് വോം, അങ്ങനത്തെ എല്ലാ ഫ്ലേക്സും സെയിൽ ചെയ്യുന്നുണ്ട്. ഫിഷ് ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ സെയിലിംഗ് ഉണ്ട്. ഫുഡും സെയിലുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ഉണ്ട്? എല്ലാ ഗപ്പീസും ഫിഷ് ഫുഡ് എല്ലാം കൊറിയറും ചെയ്ത് കൊറിയറുണ്ട്. എല്ലായിടത്തേക്കും ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ ചെയ്യണ്ടല്ലേ? അതിനപ്പോൾ അഡീഷണൽ ചാർജ്, കൊറിയർ ചാർജ് പേ ചെയ്യണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ എല്ലാ വെറൈറ്റിയും നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യാണ്ടല്ലോ? ഇപ്പോൾ ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. കണ്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ ഗപ്പി ഫീൽഡിലേക്ക് പറഞ്ഞവരൊന്ന് പറയാനുള്ളത്? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കറക്റ്റായിട്ട് അതിൻ്റെ കുറേ നടന്ന് നോക്കിയാൽ നമുക്ക് പൈസ കിട്ടും, റിസൾട്ട് ഉണ്ടാവും. അല്ല, പൈസയ്ക്ക് വേണ്ടി പെട്ടെന്ന് അടിച്ചാടി പെട്ടെന്ന് കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. ഏതൊക്കെ വെറൈറ്റി എടുക്കണമെന്നല്ല ഇപ്പോൾ തുടക്കക്കാർക്ക് എല്ലാം ബ്ലാക്ക് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റും. ചെയ്യാല്ലേ? ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഏതൊക്കെ വെറൈറ്റി ചെയ്യണം നല്ലത്? ഇപ്പോൾ ബൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലാറ്റിനം റെഡൊക്കെ കുറേ പേര് ബൾക്കായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബൾക്കാകുന്ന സമയത്ത് അതിൻ്റെ ഇയർ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇയർ ഇല്ലാത്ത ഐറ്റംസ് എടുത്തിട്ട് ബൾക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതല്ല, ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇയറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കെല്ലാം ആ പറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സോളിഡ് കളറായിട്ടുള്ള ഫുൾ റെഡ്, ബ്ലാക്ക്, എമറാൾഡ് ഗ്രീൻ, ഇലക്ട്രിക് ബ്ലൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു റേറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഫൈറ്ററൊക്കെ നമ്മുടെ എത്ര റേറ്റ് വേണം? ഫൈറ്റർ ഇപ്പോൾ ഡബിൾ ടൈലൊക്കെ ആണെങ്കിൽ ഒരു 120 രൂപ ആ റേഞ്ച് വരും. 120. OHM ഒക്കെ ആണെങ്കിൽ 100 രൂപ. ഇതിലിപ്പോൾ ഇങ്ങനെ പ്രത്യേകം ഇപ്പോൾ പറഞ്ഞ ഡബിൾ ടൈൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈല് ബാക്കിൽ ടൈല് 2 എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ ഏതായിട്ട്? ഇതിപ്പോൾ ഡബിൾ ടൈലാണ്. ഈ ബ്ലൂ ഒക്കെ എല്ലാം ഡബിൾ ടൈലാണ് ഈ പ്രാവശ്യം ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം. ഡബിൾ ടൈലല്ല? ഇതൊക്കെ 120 അല്ലേ? 120 പീസ്. ഡബിൾ ടൈലാണ്. ഫൈറ്ററിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ഒരു ഇപ്രാവശ്യം വന്നതൊക്കെ ഡബിൾ ടൈ. ഇപ്രാവശ്യം ഇപ്പോൾ നമുക്ക് ഇറങ്ങിയത് ഓൾമോസ്റ്റ് എല്ലാം ഡബിൾ ടൈലാണ്. പിന്നെ കുറച്ച് ക്രൗൺ ടൈലും ഉണ്ടാവും. ഇതെല്ലാം സെയിം ഒരു റേറ്റ് പ്രൈസ് എല്ലാം സെയിം തന്നെയുള്ള. അത്യാവശ്യം ഫൈറ്ററുള്ള അടിപൊളി നല്ല കളക്ഷൻ ഉണ്ട്. ഇത് ക്രൗൺ ടൈൽ. ഇതിപ്പോൾ റേറ്റ് വ്യത്യാസമാണ്. 100 രൂപ ഉള്ളത് 100 റേറ്റ് കുറവാണല്ലോ.
അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ ഗപ്പീസിനും ഫൈറ്ററിനൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ലെവിൻ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആളുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ലെവിൻ ചേട്ടനെ വിളിക്കുക.